കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ അബ്ബാസിയയിൽ വെച്ച് മരണപ്പെട്ട ബിൻസിയുടെ വീടാണിത്. ഭാര്യ ഭർത്താവ്, അതായത് സൂരജും ബിൻസിയും കുടുംബ വഴക്കിനെ തുടർന്ന് പരസ്പരം കുത്തി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായ നിഗമനം. വാച്ച്മാനായിരുന്നു ഇവരുടെ മൃതദേഹം ആദ്യം കണ്ടെത്തിയത്. ഇരുവരുടെയും കയ്യിൽ കത്തിയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇരുവരും പരസ്പരം കുത്തി മരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെരുമ്പാവൂർ മണ്ണൂരിലാണ് ഈ ബിൻസി താമസിച്ചിരുന്നത്. ഇവിടെ നിലവിൽ ബിൻസിയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ സഹോദരൻ്റെ കുടുംബവുമാണുള്ളത്. ഒപ്പം തന്നെ ബിൻസിയുടെ 2 കുട്ടികളുമുണ്ട്. മരണവാർത്ത അറിഞ്ഞതിനെ തുടർന്ന് ബിൻസിയുടെ അമ്മയും അതുപോലെ തന്നെ 2 കുട്ടികളെയും, ഈ 2 കുട്ടികൾ, ഒരാൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്, മറ്റൊരാൾ UKGയിൽ പഠിക്കുന്ന ആളാണ്, ഇവരെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ബിൻസിയുടെ അച്ഛനും അതോടൊപ്പം തന്നെ ബിൻസിയുടെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയുമാണ് ഇവിടെയുള്ളത്. ഏറെ നാളായി ഇവരിവിടെ താമസിച്ച് വരികയായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ബിൻസിയുടെ അയൽവാസി ചേരുന്നുണ്ട്. ഇവിടെ എത്ര വർഷമായി ഇവിടെ താമസിച്ച് വരികയായിരുന്നു? ഇവിടെ ഏകദേശം ഒരു 15 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നവരാണ്. സന്തോഷമായിട്ടും സൗഹൃദമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവർ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും വർഷത്തിലൊരിക്കൽ ഇവിടെ വരാറുണ്ട്, എൻ്റെ വീട്ടിൽ വരാറുണ്ട്. അവർ വളരെ സ്നേഹമായിട്ട് സന്തോഷമായിട്ടുമാണ് നാളിതുവരെ കണ്ടിട്ടുള്ളത്. സാമ്പത്തികമായിട്ടാണെങ്കിലും ഇപ്പോൾ ജോലിയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഈ അടുത്ത ദിവസം 1 മാസം മുമ്പാണ് ബിൻസിയും ഭർത്താവ് സൂരജും നാട്ടിൽ വന്ന് തിരികെ ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി ഇവിടുന്ന് യാത്ര പറഞ്ഞ് പോയതാണ്. വിസ കിട്ടുന്ന മുറയ്ക്ക് മക്കളെയും കൂട്ടി പോകുവാനുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. എന്നും കാണുമ്പോൾ സന്തോഷമായിട്ടും സ്നേഹമായിട്ട് പോകുന്നവരാണ് കാഴ്ചപ്പാടി കണ്ടിട്ടുള്ളത്. ഇരുവരും കുവൈറ്റിലെ നേഴ്സായിരുന്നു. ഒരാൾ ആരോഗ്യ വിഭാഗത്തിലെ നേഴ്സായിരുന്നു, ബിൻസി പ്രതിരോധ വിഭാഗത്തിലെ നേഴ്സായിരുന്നു. അതിനുശേഷം ഇരുവരും UK പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മക്കളെ ഇവിടെ നാട്ടിലേക്ക് അയക്കുന്നത്. ഈ UK പോകാനുള്ള തയ്യാറെടുപ്പിനെ തുടർന്ന് അതുകൊണ്ട് മക്കളെ ഇവിടെ പുല്ലുവഴിയിലെ സെൻറ് ജോസഫ് സ്കൂളിലായിരുന്നു മക്കളെ ചേർത്ത് പഠിപ്പിച്ചിരുന്നത്. എപ്പോഴാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. കാരണം ഈ മരണത്തിൽ ഒരു വ്യക്തതയുണ്ട്. മറ്റെന്തെങ്കിലും ഇടപെടൽ, അതായത് ഈ പരസ്പരം ഇരുവരും കുത്തിമരിച്ചതാണോ, അത് മറ്റെന്തെങ്കിലും ആരുടെയെങ്കിലും സാന്നിധ്യമോ ഇടപെടലോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെയും കുവൈറ്റിലെ അധികൃതരും പോലീസും ഒക്കെ തന്നെ പരിശോധനകൾ ഒക്കെ തന്നെ നടത്തി വരികയാണ്. ഏതായാലും എന്താണ് ഈ മരണകാരണം എന്നതിൽ കൃത്യമായ ഒരു ചിത്രം വേണ്ടി, കൃത്യമായ ഒരു കാരണം തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും കണ്ണൂരായിരിക്കും ഇരുവരുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കുക. ഏകദേശം 2 ദിവസത്തിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം സ്നേഹ മുല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.